കഴിഞ്ഞ ദിവസം പുതിയതായി നമ്മുടെ പാർലമെൻറ്റിൽ പാസാക്കിയ വഖഫ് അമെൻമെൻറ്റ് ബിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിലെ ആ ബില്ലിലെ ചില വകുപ്പുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയും അത്തരം കാര്യങ്ങളും രേഖപ്പെടുത്തുമ്പോൾ മുസ്ലിം സമൂഹം ഇനിയെങ്കിലും അറിഞ്ഞിരിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ട ചില ഗുണപാഠങ്ങൾ കൂടി അതിലുണ്ട്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച് കാലത്തിനപ്പുറത്ത് സംഭവിക്കാനിരിക്കുന്നത് ഉത്തരവാദിത്തപൂർണമായി നിർവഹിക്കുന്നതിൽ ഈ പറയുന്ന സമൂഹം കാണിക്കേണ്ട താല്പര്യങ്ങളുണ്ട്. ചില പൊളിച്ചെഴുത്തുകൾ, ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ചില മാറ്റം വരുത്തലുകൾ, ഇതൊക്കെയും ഇതിൻ്റെ ആവശ്യമാണ്. ഇന്നത്തെ ഈ ഭയപ്പാടിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉത്തരവാദിത്തപൂർവമായി ഓരോ കാലത്തും ഓരോന്ന് നിർവഹിക്കാത്തതിൻ്റെ കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതാനും നാളുകൾക്ക് മുമ്പ് നാഗ്പൂരിൽ വെച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നടത്തിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ഒരു പ്രസംഗം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കി. ആ പാസ്സായത് മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടന അനുഭവിക്കുന്ന അവകാശങ്ങൾക്കുമെതിരെയുള്ള ലംഘനമാണ് എന്ന തരത്തിൽ പ്രതിപക്ഷ കക്ഷികളും രാജ്യത്തെ മുസ്ലിം സമൂഹവും ഒക്കെ പ്രതികരിക്കുകയുണ്ടായി. ആ ബില്ലിലെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. പണ്ടൊക്കെ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലെന്നൊക്കെ പറയുന്നത് ഇത് കൊണ്ടുവരുന്ന സമയത്തും ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മുസ്ലിം സമൂഹത്തിനിടയിലുള്ള ചിന്തയോ മറ്റുള്ളവരുടെ ഇടയിലുള്ള ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സർക്കാർ ഇതൊക്കെ കരുതി ഭരണഘടന സംരക്ഷിച്ച് അതത് സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭേദഗതികളാണ് കൊണ്ടുവരുന്നത് എന്ന നിലയിൽ അതിനെ കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങ് പോരുന്നൊരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് റഹ്മാൻ ഖാൻ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരിക്കെ UPA സർക്കാർ കൊണ്ടുവന്ന അത്തരം കാര്യങ്ങളിലൊന്നും ആരും വളരെ ശ്രദ്ധിക്കാതിരുന്നത്. ഇപ്പോഴെങ്കിലും ഈ രാജ്യത്തുള്ള മുസ്ലിം സമൂഹം, അതിന് നേതൃത്വം നൽകുന്നവർ കണ്ണു തുറന്ന് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ആ ബില്ലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് ബൈ യൂസേജ് എന്ന് പറയുന്നത് ഇനി അംഗീകരിക്കില്ല എന്നുള്ളതാണ്. വഖഫ് ബൈ യൂസേജ് എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി വഖഫ് പ്രോപ്പർട്ടികളായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും അത് പാരമ്പര്യമായി കിട്ടി അല്ലെങ്കിൽ രാജഭരണകാലത്തോ സ്വാതന്ത്ര്യത്തിന് മുമ്പോ ഒക്കെ ലഭിച്ചതാണ് എന്നുള്ള രീതിയിൽ അത് സൂക്ഷിച്ചു പോരുന്നവയെ ഇനി റെക്കോർഡുകൾ ഹാജരാക്കാൻ പറഞ്ഞ് കത്ത് നൽകുമ്പോൾ അതിന് പ്രത്യേകിച്ച് റെക്കോർഡുകളൊന്നും സമർപ്പിക്കാനില്ലാത്തതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിലേറ്റവും ഗൗരവമായുള്ളത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നതും എതിർക്കുന്നതും വളരെ ആത്മവേദനയോടെ ഈ സമൂഹം പങ്കുവെക്കുന്നതുമൊക്കെ. പക്ഷേ അവിടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയുടെ ഘടകമുണ്ട്. ആലോചിച്ച് നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടി, ഇവിടെ നിന്ന് മറ്റൊരു രാജ്യം വേർപിരിഞ്ഞു പോയി, ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിച്ച് കുറേ മുസ്ലിം സമൂഹം ഇവിടെ തന്നെ തുടർന്നു. ഇതിൽ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ആവേശമൊക്കെ ഉൾക്കൊണ്ട് ഇവിടെ താമസിച്ചു. അന്നും പണ്ഡിതന്മാരും അത്തരം ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലം ഇത്രയായിട്ടും, ഇപ്പോൾ ഒരു 10-15 വർഷം കൊണ്ടാണല്ലോ ഇതിലൊക്കെ ജാതിയും മതവും തിരിച്ചുള്ള ഏർപ്പാടുകൾ തുടങ്ങുന്നത്. അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഭരണകാലഘട്ടത്തിൽ പോലും ഇത്തരം സ്ഥലങ്ങൾക്ക് ഒരു രേഖകൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര കാര്യങ്ങൾ വാങ്ങി വെക്കുന്നതിനോ അത് വളഞ്ഞുകെട്ടി സംരക്ഷിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും ഒരു ജാഗ്രതയോ താല്പര്യമോ ഇതിന് നേതൃത്വം വഹിച്ചവർ കാണിച്ചില്ല എന്ന് പറയുന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അത് പറയുമ്പോൾ ദാരിദ്ര്യത്തോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ വിദ്യാഭ്യാസമില്ലായ്മ അടക്കമുള്ളവ, സാംസ്കാരിക പിന്നോക്കാവസ്ഥ അടക്കമുള്ളവ ഒക്കെയും ചേർത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞേക്കാം. ഈ സാംസ്കാരിക പിന്നോക്കാവസ്ഥയും ഈ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ഒന്നും ഒരു സവിശേഷമായ പ്രദേശത്തിൻ്റെത് മാത്രമായിരുന്നില്ല. ഇന്ത്യ വിഭജിച്ചു പോകുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഊറ്റിയെടുത്ത് കരിമ്പിൻ ചണ്ടി പോലാക്കിയ ഒരു രാജ്യത്തെയാണ് തിരിച്ചു കിട്ടിയത്. എന്നാൽ ആ തിരിച്ചു കിട്ടിയ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത സമൂഹങ്ങൾ വിദ്യാഭ്യാസവും അത്തരം കാര്യങ്ങളും ആർജിച്ച് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഈ കേരളവും ഹൈദരാബാദിലെ ചില സ്ഥലങ്ങളും ഒഴികെയുള്ള പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിലേക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചമോ
അത്തരം മാറ്റങ്ങളോ എത്തിക്കാൻ തയ്യാറാകാത്തവണ്ണം ഒരു നേതൃനിര അതിൽ തടസ്സം നിന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്കൊരു കാരണമായി. വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച് വലിയ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഈ വിശുദ്ധ ഖുർആനൊക്കെ അംഗീകരിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിനും ഭൗതികമായ വളർച്ചയ്ക്കും ഉതകുന്ന തരത്തിലേക്ക് ചിന്തിക്കുകയും വളരുകയും ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു ഊർജം ഈ സമൂഹത്തിന് അന്ന് ആർക്കും പകർന്നു നൽകാനായില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് എന്തോ മഹാ അപരാധവും മതവിരുദ്ധവും ഒക്കെയാണെന്നാണ് എല്ലാവരും പ്രചരിപ്പിച്ചത്. അതിന് മുന്നിൽ നിന്ന ഒരുപാട് പ്രമുഖരായ ആളുകളുമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, കേരളത്തിന് എന്താ സംഭവിച്ചതെന്ന്. കേരളത്തിൽ വ്യത്യസ്തമായി സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഇവിടെ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകളടക്കം നവോത്ഥാനത്തിൻ്റെ ചില ശബ്ദങ്ങൾ പല സ്ഥലത്തു നിന്നും ഉയർത്തി എന്ന് മാത്രവുമല്ല, അന്നത്തെ കാലം മുതലേ ഈ അറബ് ലോകവുമായുള്ള ബന്ധമൊക്കെ വെച്ച് ഇവിടെ നിന്ന് ആളുകൾ തൊഴിലിന് പോവുകയും പണം സമ്പാദിക്കുകയും ലോകം പോയി കണ്ടപ്പോൾ അവിടെയുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തങ്ങളുടെ മക്കൾക്കെങ്കിലും ലഭിക്കണമെന്ന വാശിയോടെ അത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ നാടിന് അതിൻ്റേതായ ഒരു വളർച്ചയും പുരോഗതിയും ഒക്കെ കൈവരിക്കാനായത്. ഈ വിഷയങ്ങളാണ് നിതിൻ ഗഡ്കരി നാഗ്പൂരിലെ തൻ്റെ പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നാഗ്പൂരിൻ്റെ തെരുവുകൾ തോറും സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്നത് ഈ ചായ കച്ചവടം നടത്തുന്നവരും അല്ലെങ്കിൽ അറവ് നടത്തുന്നവരും അല്ലെങ്കിൽ തോൽ കച്ചവടം ചെയ്യുന്നവരും തെരുവിൽ വളരെ പെറ്റിയായിട്ടുള്ള ഡേർട്ടി ജോബ്സ് ചെയ്യുന്നതിലും മഹാഭൂരിപക്ഷം പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്ക് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ കാരണം അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസവും അത്തരം കാര്യങ്ങളിൽ ലഭിക്കാതെ പോയതുകൊണ്ടാണ്. അദ്ദേഹം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം പറഞ്ഞു. അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഒരു സമൂഹം മുന്നോട്ട് സഞ്ചരിക്കാൻ എന്ന് പറയുന്ന ഒരാശയവും ഈ നാഗ്പൂരിലുണ്ടായ ചില സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ നിതിൻ ഗഡ്കരി പറയുകയുണ്ടായി. അത് ശരിക്കും പറഞ്ഞു വെച്ചത് മുസ്ലിം സമുദായത്തിലെ നേതൃത്വത്തോടാണ്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലെ തന്നെയായിരുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ഈ സമൂഹവും സമുദായവും കാണിക്കാതിരുന്ന താല്പര്യം. അവർ പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതുമൊക്കെ എന്തോ മഹാ അപരാധമാണ്, അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരവകാശത്തിന് വേണ്ടി 10,000 പുരുഷന്മാർ രംഗത്തിറങ്ങുന്നതിനേക്കാൾ വീര്യവും പോരാട്ടത്തിന് അംഗീകാരവും ഉണ്ടാവും 100 സ്ത്രീകൾ ഈ കാര്യം ബോധ്യപ്പെട്ട് രംഗത്തിറങ്ങിയാൽ. എന്ന് മാത്രവുമല്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും വിവേകവും തിരിച്ചറിവും കൈവരുന്നതോടെ അവരുടെ അടുത്ത തലമുറ മക്കൾക്കും അതേ പ്രകാശം അവർക്ക് പകർന്നു നൽകാനാവും. ഈ കാര്യത്തിലും ഈ സമുദായം വേറിട്ട നിലപാട് സ്വീകരിച്ചതിൻ്റെ പിന്നോക്കാവസ്ഥയൊക്കെ ഈ പറഞ്ഞ അന്യാധീനപ്പെട്ടു പോകുന്ന പലതിലും, കൈവശമുണ്ടായിരുന്നിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന പലതിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഉത്തരേന്ത്യയിലെ ഈ പറഞ്ഞ പള്ളികളോ മറ്റുള്ളവയോ ഒന്നും പിടിച്ചെടുക്കില്ലെങ്കിൽ പോലും ഇതുപോലെ വഖഫ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് കൈവശം വെച്ചുകൊണ്ടിരുന്ന പലതിൻ്റെയും രേഖകൾ കൊണ്ടുവരൂ, ആധാരം കൊണ്ടുവരൂ, അടിയാധാരം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അതിനൊന്നും അതുണ്ടാവില്ല. അതുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണ്? അതുണ്ടാക്കാൻ ഇതിന് നേതൃത്വം നൽകിയവരോ താല്പര്യമുള്ളവരോ ശ്രമിച്ചിട്ടുമില്ല. എന്ന് പറയുമ്പോൾ ഈ വഖഫ് പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ട് ഉപയോഗശൂന്യമായി ഇന്ന് ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിൽ ഇത് കൈകാര്യം ചെയ്തു പോന്നിരുന്ന മുസ്ലിം സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹം തിരിച്ചറിയണം, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ നേതൃത്വം നഷ്ടപ്പെട്ടതും കഴിഞ്ഞു പോയതുമൊക്കെ പഴങ്കഥയാണ്. പക്ഷേ ഇന്ന് ഭരിക്കുന്ന ഇന്നത്തെ ഈ സമുദായ നേതൃത്വം ഈ പറഞ്ഞ 50-100 വർഷങ്ങൾക്കപ്പുറം ഈ സമൂഹത്തിന് അസ്തിത്വമുണ്ടാവണമെന്നും നിലനിൽപ്പുണ്ടാവണമെന്നും കരുതി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാലത്തിനതീതമായി ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നതിലാണ് നാളത്തെ തലമുറയോടുള്ള ബാധ്യത നിർവഹിക്കപ്പെടുന്നത്. അത് മറന്നു പോകാതിരിക്കട്ടെ.